നിങ്ങളുടെ മനസ്സിൽ ഒരു ജ്ഞാനിയായ സന്യാസിയുടെ ചിത്രം തെളിയുമ്പോൾ എന്താണ് കാണാറുള്ളത്? കാവ്യവസ്ത്രങ്ങൾ, ബോധിവൃക്ഷത്തണലിലെ ശാന്തമായ ധ്യാനം, പൗരാണിക ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള മൃദുവായ പ്രഭാഷണങ്ങൾ. എന്നാൽ ഈ മനുഷ്യനെ ഒന്ന് നോക്കൂ. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച്, കയ്യിലൊരു വിശറിയും പിടിച്ച്, തന്നെ വൃത്തികെട്ട ഭിക്ഷക്കാരൻ എന്ന് വിളിക്കുന്ന, പലപ്പോഴും പുകവലിക്കുന്ന ഒരാൾ. ഇതാണ് യോഗി രാം സൂരത് കുമാർ. പതിറ്റാണ്ടുകളോളം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായ ആത്മീയ സാന്നിധ്യങ്ങളിലൊന്നായിരുന്നിട്ടും അദ്ദേഹം പലർക്കും മുന്നിൽ തിരിച്ചറിയപ്പെടാതെ ജീവിച്ചു. അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയില്ല, പ്രഭാഷണങ്ങൾ നടത്തിയില്ല. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തി. തിരുവണ്ണാമലയിലെ വിശറി സ്വാമി അഥവാ ഭഗവാൻ എന്നറിയപ്പെടുന്ന ആ മഹാത്മാവിൻ്റെ രഹസ്യങ്ങളിലേക്കാണ് നാം ഇന്ന് കടന്നു ചെല്ലുന്നത്. വാരാണസിക്ക് സമീപം 1918 അദ്ദേഹത്തിൻ്റെ ജനനം. ഒരു അധ്യാപകനും കുടുംബനാഥനുമായി അദ്ദേഹം തികച്ചും സാധാരണമായ ഒരു ജീവിതം നയിച്ചു. എന്നാൽ പല മഹാന്മാരായ യോഗികളെയും പോലെ ഉള്ളിലെരിയുന്ന ആത്മീയദാഹം അദ്ദേഹത്തെയും വെറുതെ ഇരിക്കാൻ അനുവദിച്ചില്ല. ഈശ്വരനെ ഒരു ആശയമായിട്ടല്ല, മറിച്ച് ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമായി അനുഭവിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. 1940കളുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഈ ദാഹം അദ്ദേഹത്തെ തെക്കോട്ട് നയിച്ചു. അദ്ദേഹത്തിൻ്റെ യാത്ര ഇതിഹാസതുല്യമാണ്. കാരണം ആധുനിക കാലത്തെ 3 മഹത്തായ ആത്മീയ ഗുരുക്കന്മാരാണ് അദ്ദേഹത്തെ രൂപപ്പെടുത്തിയത്. ആദ്യം പോണ്ടിച്ചേരിയിലെ ശ്രീ അരവിന്ദൻ, ഇൻ്റഗ്രൽ യോഗയുടെ ആചാര്യൻ. രണ്ടാമതായി അരുണാചലത്തിലെ മഹർഷി രമണൻ, നോട്ടം കൊണ്ടുപോലും മനസ്സിനെ നിശ്ചലമാക്കാൻ കഴിയുന്ന മഹാത്മാവ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഹംഭാവത്തിന് അന്ത്യം കുറിച്ചത് 3ാമത്തെ ഗുരുവായിരുന്നു. 1952 അദ്ദേഹം കേരളത്തിലെ സ്വാമി രാംദാസിനെ കണ്ടുമുട്ടി. ഭക്തർ സ്നേഹത്തോടെ പാപ്പ എന്ന് വിളിച്ചിരുന്ന സ്വാമി രാംദാസ്. പാപ്പ രാംദാസ് അദ്ദേഹത്തിന് സങ്കീർണമായ തത്വശാസ്ത്രങ്ങൾ ഒന്നും നൽകിയില്ല. പകരം ഒരു മന്ത്രം മാത്രം നൽകി: ഓം ശ്രീ രാം ജയ രാം ജയ ജയ രാം. ഇത് 24 മണിക്കൂറും ജപിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. പിന്നീട് യോഗി രാം സൂരത് കുമാർ ഇതിനെക്കുറിച്ച് പറഞ്ഞു: ഈ ഭിക്ഷക്കാരൻ ഒരു ഭ്രാന്തനായാണ് പാപ്പയുടെ അടുത്തേക്ക് പോയത്. പാപ്പ ഈ ഭിക്ഷക്കാരന് മരുന്ന് നൽകി. ഇപ്പോൾ ഈ ഭിക്ഷക്കാരന് സമനില വീണ്ടുകിട്ടിയിരിക്കുന്നു. പാപ്പയുടെ അനുഗ്രഹത്താൽ രാം സൂരത് കുമാർ എന്ന വ്യക്തിയുടെ സ്വത്വം അലിഞ്ഞില്ലാടായി. 1959 യോഗി വിശുദ്ധമായ അരുണാചല പർവ്വതത്തിൻ്റെ താഴ്വാരത്തുള്ള തിരുവണ്ണാമലയിലെത്തി. പിന്നീട് ജീവിതകാലം മുഴുവൻ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. പതിറ്റാണ്ടുകളോളം അദ്ദേഹം തെരുവുകളിൽ ജീവിച്ചു. ക്ഷേത്രത്തിന് സമീപമുള്ള പുന്നമരച്ചുവട്ടിലോ കടത്തിണ്ണകളിലോ അദ്ദേഹം അന്തിയുറങ്ങി. അദ്ദേഹം തന്നെ ഈ ഭിക്ഷക്കാരൻ എന്ന് മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. എന്തിനാണ് ഭിക്ഷക്കാരൻ എന്ന് വിളിക്കുന്നത്? ആത്മീയ അർത്ഥത്തിൽ ഒരു ഭിക്ഷക്കാരന് സ്വന്തമായി ഒന്നുമില്ല. അഹംഭാവമില്ല, ആഗ്രഹങ്ങളില്ല, സമ്പാദ്യങ്ങളില്ല. അദ്ദേഹം പൂർണ്ണമായും പിതാവിനെ അഥവാ ഈശ്വരനെ ആശ്രയിച്ചാണ് ജീവിച്ചത്. 2 കാര്യങ്ങൾ എപ്പോഴും അദ്ദേഹത്തോടൊപ്പം കാണാമായിരുന്നു. ഒന്ന്, ഒരു പനയോല വിശറി. അതിനാൽ ആളുകൾ അദ്ദേഹത്തെ വിശരി സ്വാമിയാർ എന്ന് വിളിച്ചു. തൻ്റെ ശരീരത്തിനുള്ളിലെ തീവ്രമായ ആത്മീയ ചൂടിനെ തണുപ്പിക്കാനാണ് താനത് ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. രണ്ടാമത്തത് സിഗരറ്റായിരുന്നു. ഇത് പലരെയും ആശയക്കുഴപ്പത്തിലാക്കി. ഒരു സന്യാസിക്ക് എങ്ങനെ പുകവലിക്കാൻ കഴിയും? യോഗിയെ സംബന്ധിച്ചിടത്തോളം അത് തൻ്റെ അപാരമായ ഊർജത്തെ നിയന്ത്രിച്ചു നിർത്താനുള്ള ഒരു ഉപാധിയായിരുന്നു. അതിലുപരി സാധാരണക്കാരായ ഗുരുക്കന്മാരെ തേടി വരുന്നവരെ അകറ്റി നിർത്താനുള്ള ഒരു പുകമറ കൂടിയായിരുന്നു അത്. ആ പുക നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങൾ പാകപ്പെട്ടിട്ടില്ല എന്നായിരുന്നു അർത്ഥം. എന്തായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചത്? സങ്കീർണമായ ഒരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയും: എനിക്കൊന്നും അറിയില്ല, ഞാൻ വെറുമൊരു ഭിക്ഷക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശം വാക്കുകളിലായിരുന്നില്ല, മറിച്ച് സ്പന്ദനങ്ങളിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുക എന്നത് ഒരാത്മീയ ആണവ റിയാക്ടറിനരികിലിരിക്കുന്നത് പോലെയാണെന്ന് പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. സമാധാനത്തിൻ്റെയും ഊർജത്തിൻ്റെയും തരംഗങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രവഹിച്ചിരുന്നു. പലപ്പോഴും ഒരു വാക്കുപോലും മിണ്ടാതെ
അദ്ദേഹം ആളുകളെ സുഖപ്പെടുത്തുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു. അദ്ദേഹം സംസാരിച്ചപ്പോഴാകട്ടെ ആ സന്ദേശം വളരെ ലളിതമായിരുന്നു. ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങുക എന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന വചനം ഇതായിരുന്നു: "എന്റെ പിതാവ് മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല, മറ്റാരുമില്ല." ജീവിതത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം ഭക്തർക്ക് സ്വന്തം പേര് തന്നെ ഒരു മന്ത്രമായി നൽകി. തന്റെ അഹംഭാവം പൂർണ്ണമായി നശിച്ചതിനാൽ തന്റെ പേരിനി ഒരു വ്യക്തിയുടേതല്ലെന്നും അത് ദൈവത്തിലേക്കുള്ള നേരിട്ടുള്ള പാതയാണെന്നും അദ്ദേഹം ഉറപ്പു നൽകി. വർഷങ്ങളോളം അദ്ദേഹം ഒരു ആശ്രമം പണിയുന്നതിനെ എതിർത്തു. തെരുവുകളിൽ കഴിയാനാണ് ഇഷ്ടപ്പെട്ടത്. എന്നാൽ അവസാനം ശരീരം ക്ഷീണിക്കുകയും ഭക്തരുടെ തിരക്ക് നിയന്ത്രണാതീതമാവുകയും ചെയ്തപ്പോൾ തിരുവണ്ണാമലയിൽ അദ്ദേഹത്തിനായി ഒരു വലിയ ആശ്രമം നിർമ്മിക്കപ്പെട്ടു. 2001 അദ്ദേഹം മഹാസമാധിയായി, അഥവാ ശരീരം വെടിഞ്ഞു. ആത്മീയത എന്നത് വേഷത്തിലോ കഠിനമായ നിയമങ്ങളിലോ അല്ലെന്ന് തെളിയിച്ച ജീവിതമായിരുന്നു യോഗി രാം സൂറത് കുമാറിൻ്റേത്. മഹത്വം കാണിക്കാൻ രാജകീയ വസ്ത്രങ്ങൾ ആവശ്യമില്ലെന്ന് കാണിച്ചു തരാൻ അദ്ദേഹം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു. യഥാർത്ഥ ആത്മീയ രാജകീയത എന്താണെന്ന് കാണിച്ചു തരാൻ അദ്ദേഹം തന്നെ ഭിക്ഷക്കാരൻ എന്ന് വിളിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും തിരുവണ്ണാമലയിലെത്തിയാൽ രമണ മഹർഷിയുടെ ആശ്രമം സന്ദർശിച്ച ശേഷം ഈ ഭിക്ഷക്കാരനായ സന്യാസിയുടെ സമാധി മണ്ഡപത്തിൽ കുറച്ചുനേരം ഇരിക്കുക. അവിടുത്തെ നിശബ്ദത വാക്കുകളേക്കാൾ ഉച്ചത്തിൽ നിങ്ങളോട് സംസാരിക്കും.